കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യം വായിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപരായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനോട് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറഞ്ഞു. വിശുദ്ധന്മാരാക്കി മാറ്റി, വെളിച്ചത്തിലെ അവകാശികളാക്കി മാറ്റി. ഹല്ലേലൂയ. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇതെല്ലാം ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണമെന്ന വചനം പറയുന്നത്. ഇവിടെ അപ്പൊ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനാക്കി നമ്മെ പ്രാപ്തർ ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെപ്പോഴും വെളിച്ചത്തിൽ തന്നെയാണോ നടക്കുന്നത്? നമുക്കത് അവകാശമായി തന്നതാണ്. നമുക്കിപ്പം നമ്മുടെ അപ്പനും അമ്മയും കുറച്ച് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ കുറച്ച് സ്വത്തുക്കളൊക്കെ അവകാശമാക്കി തന്ന് നമ്മൾ എന്നിട്ട് ആ അവകാശം അനുഭവിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് നമ്മളിപ്പോഴും പഴയതുപോലെ അല്ലെങ്കിൽ അത് അറിവില്ലാത്ത, അത് തിരിച്ചറിവില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ആ അവകാശം എത്രത്തോളം വലുത് അത് തിരിച്ചറിയാതെയാണോ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വിശുദ്ധന്മാർക്കുള്ള വിശുദ്ധന്മാർക്ക് മാത്രമാണ് വെളിച്ചത്തുള്ള അവകാശമുള്ളത്. അത് നമ്മൾ പ്രാപ്തരാക്കി മാറ്റി. എവിടുന്ന് നമ്മളെ അങ്ങനെ പ്രാപ്തരാക്കി മാറ്റി? ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു നമ്മൾ. ഇരുട്ടിന്റെ അധികാരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടതയും ബുദ്ധിമുട്ടും സങ്കടവും വിഷമവും പിറുപിറുപ്പും കരച്ചിലും പല്ലുകടി എന്നൊക്കെ പറയുന്ന കണക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെയായിരിക്കും ഇരുട്ടിലുള്ളത്. പക്ഷെ നമ്മളിപ്പോ ഇരുട്ടിലല്ല നടക്കേണ്ടത്, വെളിച്ചത്തിലാണ് നടക്കേണ്ടത്. നമ്മൾ നടക്കുന്നവര് അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് വചനം പറയുമ്പം നമുക്ക് ആ തിരിച്ചറിവിലൂടെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് നടക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. കാരണം നമ്മുടെ വിചാരം ഇപ്പോഴും നമ്മൾ എവിടെയൊക്കെയോ ഇരുട്ടിലാണ് കിടക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ടോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചില ഇരുട്ടിന്റെ ശക്തിയിൽ ഇപ്പോഴും അവകാശം പറഞ്ഞ് കയറി നിൽക്കുന്നുണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിവ് നമ്മൾ വരാത്തത് കൊണ്ട്. അപ്പൊ ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള വാക്യമൊക്കെ പറഞ്ഞ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇവിടെ എന്തുകൊണ്ട് ആ 9-ാം വാക്യം തുടങ്ങിയത് 9-10 തുടങ്ങിയിട്ടൊന്ന് വായിച്ച സിസ്റ്റർ. 10 തുടങ്ങിയിട്ട്. നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന് വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വിളിച്ചുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇവിടെ അവസാനം പറയുന്നത് പിതാവിനോട് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും പിതാവിന് സന്തോഷത്തോടെ കർത്താവെ ഞങ്ങളെ വിടുവിച്ച് ഇരുട്ടിന്ന് വിടുവിച്ച് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് പുത്രത്വം തന്നതിനായി സ്തോത്രം ചെയ്യുന്ന വിശുദ്ധന്മാരാക്കി മാറ്റിയൊരു സ്തോത്രം നമ്മൾ പറയാറുണ്ടോ? ഇല്ല. നമ്മൾ സ്തോത്രം ചെയ്യുന്നതിനൊക്കെയാ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്താ നമ്മള് രാവിലെ എഴുന്നേൽപ്പിച്ചൊരു സ്തോത്രം പറയുകയല്ല. പക്ഷേങ്കിൽ നമുക്ക് ദൈവം ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ടിലായിരുന്ന പിശാചിന്റെ അധീനതയിലായിരുന്നു നമ്മളെ വിടുവിച്ചവിടുന്ന്. പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നമുക്കൊരു പുത്രത്വം നൽകി. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താ ചെയ്തു തന്ന് ഏറ്റവും അപ്പൊ ഇവിടെ കുറച്ച് സമ്പത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ നല്ല ജോലിയോ നല്ല വരുമാനം നല്ല വീടൊക്കെ തരുന്നതിനെക്കാട്ടി ഒക്കെ ഉപരിയായി ദൈവം നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം, ഏറ്റവും വലിയ നന്മയെന്ന് വെച്ച് നമുക്ക് നൽകി പുത്രത്വമാണ്.
അതിന് നമ്മൾ അപ്പൊ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നതാകണമെന്ന് മാത്രമല്ല, അപ്പൊ കുറേ കാര്യങ്ങൾ പൗലോസപ്പോസ്തലൻ നമ്മൾ അങ്ങനെയൊക്കെ ആകണം. എന്തുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെയൊക്കെ ആകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എവിടെയാണെന്നുള്ളതിന്റെ അല്ലെ ആ വെളിച്ചത്തിലാണെന്നുള്ളതിന്റെ മഹത്വം തിരിച്ചറിയാതെ പോകുന്നതിന്റെ കാര്യം. നമുക്ക് തന്നെ ബോധമില്ല നമ്മൾ എവിടെയാണെന്ന്, നമുക്ക് തന്നെ അറിയുന്നില്ല നമ്മൾ ആരാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഹല്ലേലൂയ. അപ്പൊ അത് ഒന്നാമത് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തെ കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്, അപ്പൊ കുറച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനെന്നല്ല പറഞ്ഞേക്കുന്നേ, പൂർണ്ണ പ്രസാദത്തിനായി പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുന്ന ആത്മാവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. ഞാൻ നല്ല സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവിടെ ഞാൻ നിങ്ങൾ ആരൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം 90% ആൾക്കാരും പെട്ടെന്ന് കൈപോക്കി. ഞാൻ നിങ്ങൾ ആരും കർത്താവിന് വേണ്ടി ജീവിക്കണ്ട. അല്ലെ, നിങ്ങൾ കർത്താവ് ജീവിക്കാൻ അനുവദിച്ചു കൊടുത്താൽ മതി. എന്നല്ല നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയണ്ട, നിങ്ങൾ യേശു ജീവിക്കാൻ അനുവദിച്ചു കൊടുത്താൽ മതി. നമ്മളൊക്കെ പലപ്പോഴും യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. യേശുവിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മളെ അങ്ങ് യേശുവിന് വിട്ടുകൊടുത്താൽ യേശു നമ്മളിൽ ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ യേശു നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നവർ രണ്ടാണ്. ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതും അവനവൻ തന്നെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മളിലൂടെ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കർത്താവിന്റെ ഭവനമാണ്, കർത്താവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നത് ഹല്ലേലൂയ ഒരു വാടകക്കാരനായിട്ടല്ല, ഉടമസ്ഥനായിട്ടാണ് വസിക്കുന്നത്. ആമേൻ. അപ്പൊ ആ ഉടമസ്ഥനായിരിക്കുമ്പോൾ നമ്മളെന്ന ഈ മന്ദിരം അല്ലെങ്കിൽ ഈ വാസസ്ഥലം, ഈ ഭവനത്തിന്റെ ഉടമസ്ഥൻ പരിശുദ്ധാത്മ ദൈവ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കും. നമ്മൾ നമുക്കുള്ളവരല്ല എന്ന് വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ. അപ്പൊ നമ്മൾ നമുക്കുള്ളവരല്ല. ഇങ്ങനെ നേരത്തെ ഈ പറയുമ്പോ ഒക്കെ എക്സാമ്പിൾ പറയും സാറാമിസ്റ്ററുടെ വീട്ടിനകത്ത് പൂർണ്ണ അധികാരം സാറാമിസ്റ്ററുണ്ട്. അത് പണിഞ്ഞത് തന്നെ അവിടെ എന്ത് സാധനം എവിടെ വെക്കണമെന്ന് എല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഭവനം നമ്മൾക്ക് ഇഷ്ടത്തിനാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. നമുക്ക് ചിലപ്പോൾ ഇന്ന് കട്ടിൽ ഈ സൈഡിൽ കിടക്കുന്നതാണ്. എനിക്ക് ഇടയ്ക്ക് അസുഖമുണ്ട്. അല്ലെ നമ്മൾ ബെഡ്റൂമൊക്കെ ഇടയ്ക്കിടയ്ക്ക് റീഅറേഞ്ച് ചെയ്തതിൽ പരിപാടി. ചില ദിവസങ്ങളിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്ന് തിരിച്ചിട്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു, അങ്ങോട്ട് തിരിച്ചിടും. കാരണം വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, നമ്മുടെ വീട് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളത്. അതുപോലെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ഭവനമാണ് നമ്മൾ ഓരോരുത്തരും. ആ പരിശുദ്ധാത്മാ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളവരാണ് നമ്മളെ, അല്ല നമ്മുടെ ഇഷ്ടത്തിനല്ല. അതുകൊണ്ടാണ് പറഞ്ഞ കർത്താവ് യേശുവിന് വേണ്ടി ആരും ജീവിക്കാൻ ശ്രമിക്കേണ്ട, യേശു നിങ്ങൾ ജീവിക്കാനായിട്ട് അനുവദിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന അവിടെ അതുപോലെ ദൈവത്തിന് പൂർണ്ണ പ്രസാദം. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ എനിക്കിതാണ്, പക്ഷെ ഇതൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറയുന്നു അത് ചിലപ്പോൾ ചില നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിരിക്കും പറഞ്ഞേക്കുന്നത്. ഒരു മടിയും വിചാരിക്കില്ല, അത് കളഞ്ഞേക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്വന്തമല്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കണം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത പറയുന്ന പൂർണ്ണ പ്രസാദന കർത്താവിന് യോഗ്യമാവണമെന്നാണ്. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. അടുത്ത ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ എന്താ പറയാ. അപ്പൊ സകല ആത്മീയമായി നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, സകല ജ്ഞാനവും വിവേകവും ഉള്ളവരായിരിക്കണം. എന്നും ആരെങ്കിലും നമ്മളെ ഫീഡ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നവരാകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ്, കർത്താവ് ആരെയും വെറും വിശ്വാസിയായിരിക്കാൻ വേണ്ടി വിളിച്ചിട്ടില്ല. കർത്താവ് ശിഷ്യത്വത്തിലേക്ക് നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത്. ഒരു ശിഷ്യനാകണമെങ്കിൽ ഗുരുവിനെ പോലെ തന്നെയാകണം. ഡിസൈപ്പിൾഷിപ്പാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിന്റെ വർഷത്തെ തീം തന്നെ ഡിസൈപ്പിൾഷിപ്പാ. ഹല്ലേലൂയ. കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന സകലത്തും പോയി എല്ലാവരെയും പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും ജ്ഞാനത്തിൽ സ്നാനം കഴിപ്പിച്ച് വിശ്വാസിയാക്കി സഭയിൽ തന്നെയല്ല എന്റെ ശിഷ്യന്മാരാക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ശിഷ്യനാകണമെങ്കിൽ ദൈവത്തിൻ്റെതായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മളാകണം. ഒരിക്കൽ നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷ കാലത്ത് ഹല്ലേലൂയ അവര് മർദുവ മലയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ശിഷ്യന്മാരെടുത്ത് ഒരു ചന്ദ്രരോഗിയായ മകനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോ അവര് പ്രാർത്ഥിച്ചിട്ട് പിശാച് പുറത്തു പോയില്ല.
അപ്പം കർത്താവ് യേശുക്രിസ്തു വന്നിട്ട് അവരോട് പറയുന്ന അവിശ്വാസവും കൂട്ടമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കുമെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് അവർ പ്രാർത്ഥിച്ചിട്ട് പുറത്ത് പോകാത്തിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അതിനുശേഷം ശിഷ്യന്മാർ രഹസ്യത്തിൽ ചെന്ന് കർത്താവിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പുറത്ത് പോകാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. നമ്മളിങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ അതെന്താ കർത്താവേ ഞാൻ പറഞ്ഞിട്ട് ചെയ്യാതെ കേൾക്കാഞ്ഞല്ല, ഞാൻ പറഞ്ഞിട്ട് നടക്കാഞ്ഞ, ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ന് ചോദിക്കുന്ന കാര്യം ഹല്ലേലൂയ അവിടെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ, നമ്മളിൽ കിടക്കുന്ന അവിശ്വാസമാണ് നമ്മൾ ചിന്ത. അവിശ്വാസം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിശ്വാസം എന്ന് നമ്മൾ, അല്ലെ. ഹല്ലേലൂയ. അപ്പം അത് എന്തുകൊണ്ട്, അപ്പൊ യേശു കർത്താവ് തിരിച്ചു മറുപടി ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുകയില്ല. ഏത് ജാതി നീങ്ങി പോകത്തില്ല. പലരും വിചാരിക്കും ഇരിക്കുന്ന ഭൂതം പോത്തില്ലെന്നായിരിക്കും, പല പിശാച് പോത്തില്ലെന്നായിരിക്കും പറഞ്ഞതായിരിക്കും. പക്ഷെ അല്ല, നമ്മളിരിക്കുന്ന ഈ അവിശ്വാസം എന്ന, നമ്മളിരിക്കുന്ന ഈ ഭയം, നമ്മളിരിക്കുന്ന പലതും പോകണമെങ്കിൽ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് പോയി കഴിഞ്ഞാൽ, നമ്മളിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായ ജ്ഞാനത്തിലും വിവേകത്തിലും, അല്ലെങ്കിൽ ആത്മീയരായ ശക്തരായി വരും. ഹല്ലേലൂയ. നമ്മൾ ആത്മശക്തി പ്രാപിക്കും. അങ്ങനെ ആത്മശക്തി പ്രാപിച്ച നമ്മൾ പറയുമ്പോൾ അത് വിട്ടുമാറും. ഹല്ലേലൂയ. അപ്പൊ ആത്മീയമായ സകല ജ്ഞാനവും വിവേകവും നമ്മൾ വരണം. അത് അങ്ങനെ വരണമെന്ന് പറഞ്ഞേ അവിടെ പറയുന്നത്, ദൈവത്തിന് പൂർണ്ണപ്രസാദം, നിങ്ങൾ പൂർണ്ണപ്രസാദന്റെ കർത്താവിന് യോഗ്യമാണ് നടന്ന്. അപ്പൊ കർത്താവിന് യോഗ്യമാണ് അത് നടക്കണം. എങ്ങനെ കർത്താവിന് യോഗ്യമാണ് നടക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പം കമ്മലും മാലയൊക്കെ ഊരി വെള്ളമൊക്കെ ഇട്ട് ആരെങ്കിലും നോക്കുന്ന സമയത്ത് ഹല്ലേലൂയ നമ്മൾ വലിയ വിശുദ്ധരെ കണക്ക് നടക്കുന്നതാണോ? അല്ല. പുറമേ ഉള്ളതൊന്നുമല്ല ഹല്ലേലൂയ ദൈവസന്നിധി പൂർണ്ണ പ്രസാദം ഉണ്ടാകുന്നത്. നമ്മുടെ അകം എന്താണോ, നമ്മുടെ ഹൃദയം എന്താണോ, ഹൃദയത്തിന്റെ ചിന്തകൾ എന്താണ്, വിചാരം, ഇതെല്ലാം സകലയിടത്തും ഹല്ലേലൂയ കർത്താവിന് യോഗ്യമാവണ്ണം നമ്മൾ ആകണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലെ. അപ്പൊ അങ്ങനെ കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ഹല്ലേലൂയ. അപ്പൊ ആത്മീയമായ സകല ജ്ഞാനത്തിൽ എങ്ങനെയായിരിക്കണം അടുത്ത് പറയുന്ന അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അപ്പൊ അവന്റെ ഇഷ്ടത്തിന്റെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, നമ്മൾ ആത്മീയമായിട്ടാണെങ്കിലും ജ്ഞാനവും വിവേകത്തിലും നിറഞ്ഞു വരുന്നത് എങ്ങനെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. എന്ന് വെച്ചാൽ എന്താ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം? നമ്മളെ കുറിച്ചുള്ള എഫേസ്യർ പറയുന്നുണ്ട്, നമ്മുടെ വിളിയാള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്താന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ നിറഞ്ഞു വരണം. എൻ്റെ അമ്മയെ ഭയങ്കര വിളിയുണ്ട് എന്ന് പലരും പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നമ്മളോ ദൈവം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ അതിനുവേണ്ടി ഒരുങ്ങാനോ റെഡി അല്ലെങ്കിൽ ആ വിളി അവിടെ നിൽക്കുക. അപ്പൊ ദൈവത്തിന് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആയി വരുന്നില്ല. നമ്മുടെ കുഞ്ഞിനെ ഇപ്പൊ നമ്മളുടെ ആഗ്രഹം IAS പഠിപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ കളക്ടറൊക്കെ ആക്കണമെന്ന്. പക്ഷേങ്കില് എന്നിട്ട് ആ കുഞ്ഞിന് അതിനുള്ള സാഹചര്യങ്ങൾ, അല്ലെ കുഞ്ഞിന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുന്നില്ല, അല്ലെ അത് പോകുന്നില്ല, അങ്ങനെ പഠിക്കാനായിട്ട് അതിന് വലിയ താല്പര്യമില്ല, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിക്കലും വരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഓരോരുത്തരും ഓരോ വിളിയുണ്ട്. അപ്പൊ കർത്താവിന്റെ വിളി എന്താണ്, നമ്മളെ കുറിച്ച് ആശ എന്താണ്, അല്ലെ അതനുസരിച്ച് തന്നെ നമ്മൾ വരണം. നമ്മളെ കുറിച്ചുള്ള ആശയം അനുസരിച്ച് കർത്താവ് നമ്മളെ ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ ഇങ്ങനെ കടത്തി കൊണ്ടുപോകും. ഹല്ലേലൂയ. കാരണം നമ്മൾ ചിലപ്പോൾ ചില വിഷമത്തിലൂടെ, ഞെരുക്കത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, ആർക്കും ഇല്ലാത്തൊരു കഷ്ടതയിലൂടെ ഒക്കെ കൊണ്ടുപോകും. പക്ഷെ ഇത് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ നമ്മൾ പോകേണ്ട ആവശ്യകത എന്താന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്താ പറയാ, ദൈവത്തിന്റെ ഇഷ്ടം എന്താ, നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്താ. ഇപ്പൊ ഞാൻ പറയാ, ഇപ്പൊ കർത്താവിന്റെ വാഗ്ദത്തം എല്ലാവരുടെ മേലും ഉണ്ട്. പക്ഷെ നമ്മളെ കുറിച്ചുള്ള കോളിംഗ് എന്താ, കർത്താവ് പല ദൈവദാസന്മാരിലൂടെ ആണെങ്കിലും, നമ്മളോട് നേരിട്ടാണെങ്കിലും, ദർശനത്തിലൂടെ ആണെങ്കിലും, വെളിപ്പാട് ദൈവ ശബ്ദത്തിലൂടെ ഒക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്, ഇല്ലേ? എല്ലാവരെ കുറിച്ചും അറിയിച്ചിട്ടുണ്ടാവും. അറിയിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പക്ഷെ പോകുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇരുന്നോട്ടെ. കർത്താവ് പറഞ്ഞേക്കുന്ന വലിയ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളായിരിക്കും, നമ്മുടെ മേൽക്കിടങ്ങും ദൂതുകൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ പോകുന്നത് ഇപ്പം ഏറ്റവും താഴെ എന്നുള്ള അവസ്ഥ, അതിനെക്കാട്ടി കഷ്ടതയായിട്ട് അവസ്ഥ. അപ്പൊ നമ്മൾ ചിന്തിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥ, അപ്പൊ ഈ പറഞ്ഞതിനൊന്നും സത്യമൊന്നും ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഹല്ലേലൂയ
നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാമെങ്കിൽ നമ്മൾ അവിടെയൊക്കെ മനസ്സിലാക്കണം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ എതിർപ്പുകൾ വരുന്ന, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എന്താ ഈ തടസ്സങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ. കാരണം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വിളി നമ്മളുടെ മേലുള്ളത് തിരിച്ചറിയാമെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം അറിയാമെങ്കിൽ നമുക്കറിയാം ഇതൊക്കെ വെറും താൽക്കാലികം, ഇതൊക്കെ ഒരു നൊടി നേരത്തേക്കേ ഉള്ളു ഹാലെ. കാരണം എന്നെക്കുറിച്ചുള്ള വിളി ഹാലെ ഇതിനൊക്കെ അപ്പുറം ഭയങ്കര വലുതാണ് ഹാലെ. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി വലുത്. ഇത് നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ എങ്ങനെ നമുക്ക് മനസ്സിലാവും, ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ IPS ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ് ഒക്കെ നടക്കുന്നവർ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, പറഞ്ഞു കേട്ടിട്ടുള്ളത് അവിടെ ട്രെയിനിങ് ഭയങ്കര ടഫാ. ഹല്ലേലൂയ. പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഒരു ജോയിന്റ് ആർട്ടി ഉണ്ട്. അവന് ആദ്യമായിട്ട് ഇതിന്റെ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ട്രെയിനിങ് പോയപ്പോൾ, പോലീസുകാരുടെ ട്രെയിനിങ് അതൊക്കെ ഭയങ്കര, പക്ഷേ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കൊക്കെ എന്ത് ഇത്ര ട്രെയിനിങ് നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും ഹല്ലേലൂയ അവരുടെ ട്രെയിനിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ഭയങ്കര തെറിയൊക്കെയാണ് വിളിക്കുന്നത് ഹാലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ വിളിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവനെ എനിക്ക് ഫോൺ, ഞങ്ങളന്ന് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഫോൺ എടി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലടി, എനിക്കിത് കേട്ടിട്ട് നിൽക്കാൻ, ഞാനിവിടെ ചാടിപ്പോരും എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ചെയ്ത്, അങ്ങനെ അവൻ എന്തായാലും പിടിച്ചത്. പക്ഷേ ഇതെന്താ വെച്ചാൽ ഈ സാഹചര്യത്തിൽ കടന്നു, ഈ ട്രെയിനിങ് IPS IAS നമുക്ക് അറിയുന്ന ഒത്തിരി പേരൊക്കെ അങ്ങനെ ഹലയില്ലേ, ഓരോരുത്തർ ഈ ട്രെയിനിങ് പീരീഡ് വെച്ചാൽ അവരെ ഭയങ്കര റഫായിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ അങ്ങനെ ആക്കിയെടുക്കുക, അവരുടെ മനസ്സിനെ ഹാലയില്ലേ, അവരുടെ ശരീരത്തെ എല്ലാം അവർ മെരുക്കിയെടുക്കുക. എന്താ വെച്ചാൽ ആ ജോലിക്ക് സ്യൂട്ട് ആകത്തക്ക രീതിയിലേക്ക് അവരുടെ ബോഡിയാണ്, മൈൻഡ് സെറ്റപ്പാണ് എല്ലാം മാറ്റുക ചെയ്യുന്നത്. എൻ്റെ കസിൻ ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ SP ഓഫീസുള്ള പുള്ളിക്കാരനോട് ഞാനിങ്ങനെ ഒരു ഇപ്പം പുള്ളി SI ആകും. ഞാൻ ഇയാൾ വല്ല അച്ഛനെ കണ്ടാകണേത്, പള്ളിയിൽ അച്ഛനാകേണ്ടത്. കാരണം സ്വഭാവം അങ്ങനെ തന്നെയാ ഹല്ലേലൂയ, ഈ സംസാരം അങ്ങനെ തന്നെയാ, കാഴ്ചയിലും അങ്ങനെ തന്നെയാ. ഞാൻ പറയാം ഇയാളുടെ മുമ്പിലൊക്കെ വന്ന കള്ളന്മാരുടെ കാര്യം കഷ്ടം. അപ്പൊ പുള്ളി പറഞ്ഞത് എൻ്റെ മുമ്പ് വരുന്നവരെ ഞാൻ ഉപദേശിച്ചു വിടപ്പെടും, ഹല്ലേലൂയ, നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് പറയും. ഞാൻ ആരെയും തല്ലത്തടിക്കത്തൊന്നുമില്ല. കാരണം അതാണ് ക്യാരക്ടർ, നമ്മളെ കാണാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെ മൈൻഡ് സെറ്റപ്പും ഹാലയില്ല, ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഇത്രയും റഫായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തു വരുമ്പം ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ ജോലിയുടെ ആ ഒരു റഫ്നെസ്, ഇപ്പൊ പോലീസുകാരുടെയൊക്കെ സ്വഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ ഇച്ചിരി ഒരു ഹാർഡായിട്ടാണ് പെരുമാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരുടെ ആ ട്രെയിനിങ് കാരണം. അപ്പൊ ഈ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര കഷ്ടതയാണ്. പക്ഷെ ഇവർക്കറിയാം ഈ ട്രെയിനിങ്ങിനപ്പുറം ഇവർക്ക് ഒരു സ്ഥിരമായ ഒരു പോസ്റ്റിംഗ് കിട്ടാൻ പോവുകയാണ്, ആ ജോലി സ്ഥിരമാകാൻ പോവുക. അപ്പൊ ഈ കഷ്ടതയൊക്കെ സഹിച്ച്, പട്ടാളക്കാരുടെ ട്രെയിനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കത്തില്ല. അപ്പൊ ഈ ട്രെയിനിങ് എല്ലാം സഹിച്ച് വരും ഹാലയില്. ഇതിനകത്ത് നിൽക്കുന്നതിന്റെ കാര്യം, ട്രെയിനിങ്ങിനപ്പുറം എനിക്ക് സ്ഥിരമായൊരു ജോലി കിട്ടാൻ പോവുക, എനിക്ക് അതിനകത്ത് സാലറി കിട്ടാൻ പോവുക, പെൻഷൻ കിട്ടി, ഇതെല്ലാം ഇവർക്കറിയാം, ലൈഫ് സെക്യൂർ ആകാൻ പോവുക. ഇതുപോലെ തന്നെ ആയിരിക്കണം നമുക്ക് ദൈവത്തിന്റെ വിളി നമുക്ക് അറിയാമെങ്കിൽ, ദൈവത്തിന് നമ്മളെ കുറിച്ച് ആശയം അറിയാമെങ്കിൽ, നമ്മൾ പോകുന്ന ചില ട്രെയിനിങ് പീരീഡുകളുണ്ട്, ചില ട്രയൽസ്, ടെസ്റ്റ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ പാസ്സായി വരുമ്പം നമുക്ക് എന്താ ലഭിക്കാൻ പോകുന്നത് നമുക്കറിയാം. ഹല്ലേലൂയ. ഇനിയിപ്പോ ഈ ലോകത്തിൽ ഒന്നും ലഭിച്ചില്ലേലും നിത്യത ലഭിക്കുമല്ലോ, കർത്താവിനോട് വാസം ചെയ്യാനുള്ള. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഹല്ലേലൂയ എന്ത് ചെയ്യുമ്പോഴും ഹല്ലേലൂയ, എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, കർത്താവിനെ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയ സകല ജ്ഞാനത്തിനും വിവേകത അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരികയാണ്. നമ്മുടെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലല്ല. നമുക്ക് എന്താ, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പ്രവചിക്കാൻ പറ്റണം, എനിക്ക് നന്നായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നന്നായിട്ട് പാടാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിനല്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഇന്നലെ ഇത് കൂടെ പറഞ്ഞത് അല്ലേ, നമ്മുടെ റോഷിനി സിസ്റ്ററോട് പണ്ട്, റോഷിനിയോട് ഞാനിങ്ങനെ പറഞ്ഞു, റോഷിനിയുടെ മേൽ വലിയ ശുശ്രൂഷയുണ്ട്, ദൈവത്തിന്റെ വലിയ കോളിംഗ് ഉണ്ട്. റോഷിനി എടുത്തതല്ല, അയ്യോ മാം എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ മറ്റെടുത്ത് പ്രസംഗിക്കുന്നതാണ് വരുന്നത്. പ്രസംഗമല്ല ശുശ്രൂഷ. ഹല്ലേലൂയ. അപ്പൊ അത് എന്താണ് നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷയെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് നമ്മളെ
ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ നിറഞ്ഞു വരണം. അടുത്ത് പറയുന്നത് പരിജ്ഞാനം തന്നെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനത്തിൽ വളരണമെന്നും അടുത്ത സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതാണ്, അതിനൊക്കെ നല്ലതാണ്, ഇതിനൊക്കെ നല്ലതാണല്ലോ. പക്ഷേ ദൈവം പറഞ്ഞ സകല സൽപ്രവർത്തികളും നിങ്ങൾ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഞാന് ഇന്നലെ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്ത്രീയാണ്, ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ലേഡിയാണ് മദർ തെരേസ, അല്ലേ? അവര് കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക് എല്ലാം ചെയ്തു. അപ്പൊ അവർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വളരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ആണോ എന്നിപ്പോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതായിരിക്കണം നിർബന്ധമില്ല. ഹല്ലേലൂയ. നമ്മൾ ലോകം നോക്കുമ്പോൾ അവര് ഭയങ്കര നല്ല പ്രവൃത്തികളാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയോ അത് നല്ല, ഇത് നല്ലത്, നമുക്ക് തന്നെ തോന്നും എനിക്ക് ഈ സ്വഭാവമുള്ള നല്ലത്, അല്ലെങ്കിൽ അത് നല്ല. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹല്ലേലൂയ ഇത് അപ്പൊ നമുക്ക് ദൈവത്തിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ, ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇത് സകല സൽപ്രവൃത്തിയുമാണോ? ഹല്ലേലൂയ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ സൽപ്രവർത്തികൾ, അല്ലെങ്കിൽ നമ്മൾ സകല സൽപ്രവർത്തി എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ളവരെ സഹായിക്കും. നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും, ഹലോ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ല. അപ്പൊ എന്തൊക്കെ സൽപ്രവർത്തി ഇവിടെ കുറച്ച് ഞാൻ 20% 40% അല്ലെ 50% 80% ഇങ്ങനൊന്നും അല്ല. അപ്പൊ 100% സൽപ്രവർത്തികൾ തന്നെ. അവിടെ ഒരു ദുഷ്പ്രവൃത്തി കയറാൻ പാടില്ല, ഒരു ദ്രോഹം കയറാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മൾ ഒരാൾക്കും പോലും നമ്മൾ ഒരു വേദനയായി നോവായി മാറി, എന്താ പറയാ, ഹല്ലേലൂയ, അവർക്ക് ദ്രോഹമായി മാറാനൊന്നും പാടില്ല. അപ്പൊ സകല സൽപ്രവൃത്തി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. കർത്താവ് എങ്ങനെയാണോ നമ്മളെയൊക്കെ സ്നേഹിച്ചത്, അല്ലെ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ഇപ്പോഴും, ഞാൻ പറയും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് അനുസരിച്ച് എന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്റെ മോൾ ഇങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഭയങ്കര മനസ്സലിവുള്ള ദൈവമെന്നല്ലേ, കരുണയുള്ള ദൈവമെന്നല്ലേ, അല്ലേ നമ്മുടെ ദൈവം ഭയങ്കര കൈൻഡ് ഹാർട്ടഡ്, അങ്ങനെ അവള് കൈൻഡ് ഹാർട്ടഡ് ആന്നൊക്കെ അല്ലേ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്തിനാ ഈ ആഹാൻ കള്ളത്തരം ചെയ്തപ്പം ആഹാന്റെ കുടുംബത്തെ മുഴുവൻ കല്ലെറിഞ്ഞ് ആ തീ അങ്ങ് കൊന്നതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആഹാനല്ലേ തെറ്റ് ചെയ്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ദൈവം കൊടുത്തിരിക്കുന്ന സ്ട്രിക്റ്റ് ആയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. ഹല്ലേലൂയ. അവിടുന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്, വെള്ളിയും പൊന്നും ദൈവത്തിന്റെ ആലയത്തിൽ, ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ച് കളയണം, ഒന്നും നിങ്ങൾ ആരും എടുക്കരുതെന്ന് പറഞ്ഞപ്പം ഹല്ലേലൂയ. അപ്പൊ ആ കൽപ്പനയെ ഹല്ലേലൂയ ലംഘിച്ചതാണ് ആഹാൻ ചെയ്ത പാപം. അപ്പൊ ഞാൻ എന്തോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയും ഇപ്പോഴും ഇപ്പൊ എന്താ കർത്താവിന് അങ്ങനെ മനസ്സിൽ വന്നൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളെ എല്ലാവരെയും പറഞ്ഞു നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മളെ കാണുന്ന ക്രിസ്തുവിലൂടെ കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന അപ്പൊ അന്ന് എന്താ യേശുപ്പച്ചനെ പോയിട്ട് അവർക്ക് വേണ്ടി ചോദിക്കാൻ, ഞാൻ വാദിക്കാൻ അടുത്ത ചോദ്യം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയും യേശുപ്പന്റെ അന്ന് നമുക്ക് മധ്യസ്ഥനായി വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മഹാപുരോഹിതൻ നല്ല മധ്യസ്ഥൻ എന്നേ പറഞ്ഞ് നമ്മള് ഒരിക്കൽ വെളിപ്പാടിൽ കണ്ടപ്പം അവിടെ ഇതുപോലെ കോടതി പോലെ ഉണ്ട്. ഹല്ലേലൂയ. ആ കോടതിയിൽ പിശാച് അവിടെ പേപ്പറൊക്കെ ഇങ്ങനെ കണക്കിന് സാധനമൊക്കെ ഉണ്ട്, വക്കീലന്മാരെ എല്ലുന്നണക്ക് ചെല്ലുന്നത്. എന്താ ഇത് കൊണ്ടുചെല്ലുന്നത് വെച്ചാൽ നമ്മളെ കുറിച്ചുള്ള ആരോപണങ്ങൾ അവൻ കൊണ്ടുകൊണ്ട് ചെല്ലുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്നത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ കാണുന്നുണ്ട് പിശാച് പേപ്പറിൽ അങ്ങനെ യേശുക്രിസ്തു വാങ്ങിച്ചിട്ട് ചുരുട്ടിയിട്ട് ഒരു ഹെറ്റേറെ അറിയുന്നുണ്ട്. കാരണം അതുപോലെ അപവാദം കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെ ചെയ്തു കൂട്ടുന്നതെന്ന് ആരും കാണുന്നില്ല, അല്ല നമ്മൾ പറയുന്ന നിസ്സാര വാക്കുകൾ പോലും ആരും കേൾക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം എഴുതി തക്ക സമയത്ത് തത്സമയത്ത് തന്നെ എഴുതിക്കൊണ്ട് പോകുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരാളിരിപ്പുണ്ട്. ദൈവത്തിന്റെ സന്നിധി റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മളെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊന്നും റെക്കോർഡ് ആകത്തില്ല പിശാചിന്റെ കയ്യിൽ. നമ്മളെ കുറിച്ച് കുറവുകൾ, കുറ്റങ്ങൾ ഇതെല്ലാം റെക്കോർഡിംഗ് ആണ്.
അപ്പൊ അവൻ എഴുതിയെടുക്കും. എന്തിനാ അവിടെ കൊണ്ടുവന്ന് ഇത് കാണിച്ചിട്ട് നമ്മുടെ മേൽ അവകാശം പറയാൻ. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ഹാലേലുയ. ആമേ. അതുകൊണ്ട് ഇവനിതും കൊണ്ട് അവകാശം പറഞ്ഞ് ദൈവം വിട്ടുകൊടുക്കാതിരിക്കുന്നു വരും വിചാരിക്കില്ല. ഹാലേലുയ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെറിയ പൊട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഹാലേലുയ. അതിന് കാരണം ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സകല സൽപ്രവൃത്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല സൽപ്രവൃത്തി. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും മറ്റൊരാളെ സ്നേഹിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ മനസ്സറിവ് കാണിക്കുന്നതൊക്കെ ആണെങ്കിൽ അവിടെ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം നിറഞ്ഞു വരണം. സകല സൽപ്രവൃത്തി ഫലം കാഴ്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അടുത്ത ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വേണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന നമ്മുടെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരണം. ആ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ആരാണെന്ന്, നമ്മുടെ ദൈവം എത്ര സർവശക്തനാണെന്ന്, ഹല്ലേലൂയ, എത്ര വലിയ ദൈവമാണെന്ന് ഈ തിരിച്ചറിവൊക്കെ നമുക്കുണ്ട്. അപ്പൊ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനത്തിൽ ഞാൻ വളരണമെന്നും സകല സൽപ്രവൃത്തിയിലും സകല ദീർഘക്ഷമയ്ക്ക് സകല ഫലം ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും അവന്റെ മഹത്വത്തിന് വല്ലഭത്വം പൂർണ്ണ ശക്തിയുടെ ബലം. അപ്പൊ സകല അടുത്ത പറഞ്ഞ സഹിഷ്ണുത വേണം, ദീർഘക്ഷമ വേണം. ദൈവത്തിന്റെ രണ്ട് ക്യാരക്ടേഴ്സ് ആണല്ലേ, ദീർഘക്ഷമയും സഹിഷ്ണുതയൊക്കെ. നമ്മളെ കുറിച്ചുള്ള നമ്മൾ ദീർഘക്ഷമയോട് കാത്തിരുന്ന ദൈവം അല്ലേ. ഹാലല്ലേ. തോട്ടക്കാരൻ പറയുന്ന പോലെ വെട്ടിക്കളയായിട്ട് വേണ്ട, ഈ വർഷം കൊണ്ട് നിൽക്കട്ടെ, ചൂടെ തടവൊക്കെ തെറിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു നോക്കാം. ഹാലല്ലേ. ഫലവും വരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ കിട്ടുന്ന ഫേവറാണ് നമ്മളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. കുറച്ചുകൂടെ നോക്കട്ടെ എന്നുള്ളത്. ഹാലേലിയ. അതാണ് കർത്താവിന്റെ ദീർഘക്ഷമ എന്ന് പറയുന്നത്. അപ്പോഴാണ് സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി. അപ്പൊ നമുക്ക് അതിൽ സഹിഷ്ണുത ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് എന്തിനാ? കഷ്ടതയെന്ന് സഹിഷ്ണുത പഠിക്കണം. സഹിഷ്ണുതയെന്ന് എന്താ പഠിക്കണ്ടേ? നമുക്ക് പ്രത്യാശ, അതുപോലെ ഭക്തി വേണം. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് വിശ്വാസം വേണം. ഇതെല്ലാം നമുക്ക് നമ്മുടെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പം നമുക്കത് സഹിക്കാനുള്ള ശക്തി ദൈവം തരും. അതോടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയായെന്ന് പറയുന്നൊരു കാരണം അതാണ്. താഴ്ചയിലിരിക്കാനും ഉയർച്ചയിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിരിപ്പാനും എനിക്കറിയാം. ഹാലല്ലേ. ഉള്ളത് കൊണ്ട് ഇല്ലാത്തടത്തും അത് ഉൾഭാഗത്ത് അലംഭാവത്തോടെ ഇരിക്കാൻ എനിക്കറിയാം. ഹാലല്ലേ. പരാതി പറയാതിരിക്കാൻ എനിക്കറിയാം. പിറുപിറുക്കാതിരിക്കാൻ അറിയാം. ഹാലല്ലേ. അവിടുത്തെ വേറൊരു ഭാഗത്ത് പറയുന്നത്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുക, നമ്മൾ വീട് കിടക്കുന്നവരെങ്കിലും ഞെരുക്കമുള്ളവരെങ്കിലും ഞങ്ങൾ അവിടെ ഒതുങ്ങിയിരിക്കുന്നവരല്ല. ശരീരത്തിൽ മരണം പേറിക്കൊണ്ട് നടക്കുമ്പോഴും അവരും മറ്റുള്ളവർക്ക് ജീവനായി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കഴിയും. നമുക്ക് സഹിഷ്ണുത ഉണ്ടാക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ സഹിക്കാൻ നമുക്ക് ഇല്ലാത്തൊരു കാര്യമായിരിക്കും അതല്ലേ. അതിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ പറയാം, അവർക്കില്ലാത്തൊരു കാര്യമാണ് ദീർഘക്ഷമ. കാരണം അവരെല്ലാം ഫാസ്റ്റ് ഫുഡിന്റെ കാലത്താണ് ജീവിക്കുന്നത്. ഇപ്പൊ ഫുഡൊക്കെ ഓർഡർ ചെയ്താൽ അത്ര സമയം കൊണ്ട് കിട്ടും. ഇവിടെ പോലും നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ പോലും ഇവിടെ വന്ന് നാട്ടിലും സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്താൽ കറക്റ്റ് 45 മിനിറ്റ് കൊണ്ട് ഫുഡ് വീടിന് വാതൊക്കെ എത്തും. അത് അവിടുന്ന് പ്രോസസ്സ് പുറപ്പെടുന്നതും ഓർഡർ ചെയ്തതും ഇത് വരുന്നതും എല്ലാം ഇങ്ങനെ മൊബൈലിൽ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഇപ്പൊ ക്ഷമയില്ല. അവർക്കൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ മറുപടി ലഭിക്കണം. ഇന്ന് പല ആൾക്കാരും വിശ്വാസ ജീവിതത്തിൽ ഇടറിപ്പോകുന്നതിന്റെ കാര്യം അവർക്ക് ദീർഘക്ഷമയില്ലാത്ത അവരെയൊക്കെ വിചാരം ഇന്ന് കേൾക്കുന്ന ദൈവിക പണ്ട് ഞാൻ വിശ്വാസം വന്നപ്പോഴെങ്ങനെയുണ്ട് 2016 ഞാൻ വിശ്വാസി വരുന്ന സമയത്ത് എന്റെ വിചാരം ദേവദാസന്മാരൊക്കെ തലയൊക്കെ വെച്ച് തൂത് പറയുമ്പോൾ ഞാൻ വിചാരിക്കും നാളെ ഇതങ്ങ് സംഭവിക്കാൻ പോകുന്ന വിചാരിക്കും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ തിരിച്ചറിവൊക്കെ ആയി പരിജ്ഞാനത്തിലേക്കൊക്കെ വന്നപ്പോ ദൈവം നമ്മളെ പഠിപ്പിച്ച് നാളെ സംഭവിക്കും, നാളെ വേണേൽ സംഭവിക്കും, പക്ഷെ നമ്മൾ അതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ സംഭവിക്കും. പല കാര്യങ്ങളും പെൻഡിങ് ആക്കി വെച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുള്ള ദൈവം അവിടെ സാക്ഷ്യം ചെയ്യേണ്ട ഒന്നുമല്ല, നമ്മളത് യോഗ്യമാകാത്തോണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ കുഴപ്പമല്ല നമ്മുടെ പല നന്മകളും വൈകുന്നതിന്റെ കാര്യം നമ്മൾ തന്നെ കുഴപ്പക്കാര്. അപ്പൊ നമ്മൾ ശരിയായാലും അതവിടെ കിട്ടിയിരിക്കും. അവിടെ പറയുന്നത് സഹിഷ്ണുത ദീർഘക്ഷമയ്ക്ക് അവന്റെ
മഹത്വത്തിന്റെ ബലവത്വത്തെ പൂർണ്ണശക്തിയോടെ ബലപ്പെടും. അപ്പൊ നമ്മൾ എങ്ങനെ പൂർണ്ണശക്തിയോടെ ബലപ്പെടണം? ദൈവം പറയുന്നേ നമ്മുടെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം എന്നല്ല, അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം. നമ്മളെ വിളിച്ചവന്റെ മഹത്വത്തിനനുസരിച്ച്. ഹാലേ, നമ്മുടെ ദൈവം എപ്പോഴും പറയും നമ്മളെ കുറിച്ച്, ദൈവത്തിന്റെ ഹാലയിൽ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചല്ല, ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ്. നമ്മളെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ നിന്നത്തിനൊത്തുവണ്ണം. വേറെടുത്ത് പറയുന്നുണ്ട് ആ മഹത്വത്തിന്റെ ശക്തി, ആ മഹത്വത്തിനനുസരിച്ച്. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും അങ്ങനെ. കാരണം നമ്മള് ക്രിസ്തു എന്ന തലയോളം വളരണം, നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെടണം. ഹാലേലിയ. നമ്മൾ ഹാലേലിയ ഓരോ ദിവസവും ഹാലേലിയ രൂപാന്തരം പ്രാപിച്ച് വരണമെന്ന് ആഗ്രഹിക്കുക. കാരണം നമ്മുടെ ഈ മണ്ണിൽ കിടക്കുന്ന ഹാലേലിയ മൺമയമായ ശരീരങ്ങളെ കുറിച്ച് അത് വിൺമയമായി മാറണമെന്ന്. അപ്പം ഓരോ ദിവസവും മഹത്വത്തിലേക്ക് നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കും. ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് പൂർണ്ണശക്തിയോടെ ബലപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുന്നത് പോലുള്ള ശക്തി നമ്മൾ വെളിപ്പെടണം. ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുക വെച്ചാൽ, ഗ്ലോറി നമ്മളിവിടെ വെളിപ്പെടുക വെച്ചാൽ, നമ്മൾ നിൽക്കുമ്പം കർത്താവ് നിൽക്കുന്ന അതേ എഫക്റ്റാണ്. ഒരിടത്ത് ചെന്ന് നിൽക്കുമ്പം അവിടെ പാടിയും പ്രസംഗിക്കുകയും സ്വാമി ഒന്നും പറയുകയും വേണ്ട. നമ്മളുടെ പ്രസൻസിൽ ആ മഹത്വം വെളിപ്പെട്ടവരാണ് പൗലോസ്, പത്രോസ് ഒക്കെ. ഹാലലൂയ. അവരുടെ നിഴല് തട്ടി രോഗി സൗഖ്യമായെങ്കിൽ ഹാലലൂയ ആ മഹത്വത്തിനനുസരിച്ച് അവർ വന്നതുകൊണ്ടാണ്, ആ മഹത്വം അവരിൽ വെളിപ്പെട്ടതുകൊണ്ട്. അപ്പൊ അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയെ ബലപ്പെടണമെന്ന്. അപ്പൊ നമ്മുടെ ശക്തി നമ്മൾ ആത്മീയമായി നമ്മൾ ശക്തി പ്രാപിക്കുന്നത് കുറച്ച് ശക്തി കിട്ടിയ പോരെ, പൂർണ്ണ ശക്തിയോടെ. ആരുടെ പൂർണ്ണ ശക്തിയാ? കർത്താവ് യേശുക്രിസ്തുവിന്റെ ശക്തി. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഹല്ലേലൂയ. പലരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ശക്തിയോടെ നമ്മൾ ബലപ്പെടണം. അടുത്തയാണ് പറയുന്നത്, എന്നിട്ട് നമ്മെ ഹാലേലിയ വിശുദ്ധന്മാർക്ക് വിളിച്ചത് അവകാശമേ പ്രാപ്തരാക്കി നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ പിടിച്ച് സ്നേഹസ്വരൂപന പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് അഭിഷേകം. അപ്പൊ നമുക്ക് പലപ്പോഴും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരോ നമ്മളിപ്പോ ഇരുട്ടിലല്ല വെളിച്ചത്തിലാണെന്ന് മനസ്സിലാകാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വളർന്നു വരാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചറിവ് വരുന്നില്ല, നമുക്ക് ആ ബോധ്യം വരുന്നില്ല, നമുക്ക് അതിന്റെ ആ സന്തോഷം വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ അനുഭവത്തിലൂടെ വരുന്നില്ല. അപ്പൊ നമുക്ക് ആ അനുഭവത്തിലൂടെ തന്നെ പോകണമെങ്കിൽ, നമ്മളിപ്പോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ആയിത്തീരണമെങ്കിൽ നമ്മൾ മാറേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ ഇഷ്ടം, നമ്മുടെ മഹത്വം ഒന്നുമല്ല. ദൈവത്തിന് നമ്മളോട് ദൈവം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് വളർന്നു വരികയാണ്. എവിടെയൊക്കെ നമുക്കതിന് കഴിയുന്നില്ല. മുൻപോട്ട് ആഗ്രഹമുണ്ട്, പലപ്പോഴും അതിന് തടസ്സം പോലെ നമ്മുടെ ജീവിതത്തിൽ പലതും ഇന്നും നിൽക്കുകയാണ്. അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിലാണ് പ്രശ്നം. നമ്മളെ പിശാചിനെ കുറ്റം പറയാൻ നിൽക്കരുത്, മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് പ്രോബ്ലം. നമ്മൾ കർത്താവിന് ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ വളരണമെന്ന് വിചാരിച്ചു ഒരു പിശാചിന് നമ്മൾ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. നമ്മുടെ കർത്താവ് നമ്മൾ ആദ്യം കർത്താവിന്റെ ഇഷ്ടം എന്താണ് തിരിച്ചറിയണം, നമ്മളെക്കുറിച്ച് വിളി എന്താണെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി നമ്മൾ യോഗ്യരായി മാറണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം യോഗ്യരായി മാറണമെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ വിളിക്കനുസരിച്ച് നമ്മൾ ദൈവസന്നിധി സമർപ്പിക്കണം. നമ്മൾ അതുപോലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും വചനം വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ദൈവം എന്താണ് പരിശുദ്ധാത്മാവ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ അറിയാം നമ്മൾ നടക്കുന്ന വെളിച്ചത്തില്ല. കാരണം നമ്മൾ പോകുന്നിടത്തൊക്കെ വെളിച്ചമായി വ്യാപരിക്കാൻ തുടങ്ങും. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ അന്ധകാര ശക്തികൾ വിട്ടുമാറാൻ തുടങ്ങും. കാരണം ഇരുട്ടിൽ ഇരിക്കാൻ കഴിയത്തില്ല. കാരണം മഹത്വം വെളിപ്പെടുക. അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാന്ന് വെച്ചു കഴിഞ്ഞാൽ
അവിടെ പിന്നെ ഒരു ഇരുട്ടിൽ നിൽക്കാൻ കഴിയത്തില്ല. വെളിച്ചം വരുമ്പോൾ ഇരുട്ടിനോട് പോകാൻ പറയണ്ടെന്ന് പറയുന്ന കണക്ക് തന്നെ നമ്മൾ നിന്നാൽ തന്നെ അവിടെ ദൈവമഹത്വം വെളിപ്പെടും. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കണം. ഇന്നത്തെ മെസ്സേജ് ദൈവം, ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവം സംസാരിക്കുന്ന എന്നോട് തന്നെയാണ്. നമ്മളിപ്പോഴും പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന്, നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മുടെ ശരീരത്തെ ആണെങ്കിലും നമ്മുടെ മനസ്സിനെ ആണെങ്കിലും ഒക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കണം. നമ്മൾ മാറണം, നമ്മൾ രൂപാന്തരപ്പെടണം. നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതെല്ലാം കളഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തിക്ക് പറയുന്ന ആ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തുവണ്ണം നമ്മൾ ശക്തിപ്പെട്ട് തന്നെ ഓരോ ദിവസം നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എപ്പോഴും എഴുന്നേറ്റ് പറയും, കർത്താവേ, ഞാനിപ്പോ ഇരുട്ടിലല്ല, പണ്ട് ഇരുട്ടിലാണ്, പക്ഷെ ഇപ്പൊ ഞാൻ വെളിച്ചത്തിൽ, ഇതിനെന്നെ യോഗ്യരാക്കി എന്റെ പിതാവാണ്, സ്വർഗസ്ഥനായ പിതാവാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ സ്തോത്രം. എപ്പോഴും നമുക്ക് സന്തോഷം. നമുക്ക് എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പിൻ എന്ന്. അവിടെ ആ സന്തോഷം നമ്മൾ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമുക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടായാലോ, നമുക്ക് നല്ല ജോലി ഉണ്ടായാലോ, നല്ല വീടുണ്ടായാലോ ഉണ്ടാകത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ആ സന്തോഷം, ദൈവിക സന്തോഷം നിറയണമെങ്കിൽ നമ്മളിൽ ദൈവത്തിന്റെ വെളിച്ചം തന്നെ നിറയണം, മഹത്വം തന്നെ വെളിപ്പെടണം. ആത്മസന്തോഷം അത് വേറൊരു കാര്യമാണ്. അത് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അല്പസമയം സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്ന പോലെ കത്തിച്ചെമ്പോ അണഞ്ഞു പോകത്തില്ലത്. പക്ഷെ നമ്മളിലൊക്കെ വരുന്ന സന്തോഷം അങ്ങനെ, എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ സന്തോഷിക്കും. ആ സന്തോഷത്തെ നമ്മൾ പറയും ഹാപ്പിനെസ് എന്ന് പറയും. സംതിങ് ഈസ് ഹാപ്പൻഡ്, അന്നേരം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം വരും. പക്ഷെ ജോയ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആ ജോയ്നസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ആർക്കും എടുത്തു കളയാൻ പറ്റാതെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷത്തോട് നമ്മളെപ്പോഴും ആയിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്ക് നമുക്ക് ഇന്നും കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധി എന്തുകൊണ്ടാണെന്ന് ഇന്ന് ഈ വാക്യത്തിൽ നിന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം തുടങ്ങി 13-ാം വാക്യം വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തുകൊണ്ട് അത് സാധിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ സാധിക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിനെ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരിക്കലും പൂർണ്ണ പ്രസാദത്തിനായി തന്നെ കർത്താവിന്റെ ആ മഹത്വത്തിൽ ആ ശക്തി നമ്മളിൽ വെളിപ്പെടുകയും നമുക്ക് എപ്പോഴും നമ്മൾ ഇരുട്ടിലല്ല, വെളിച്ചത്തിൽ തന്നെയാണ് നമ്മളുടെ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.